ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലഹാൻഡ്രോ ഗർനാച്ചോ ചെൽസിയിൽ നിന്ന് പോയി മോർഗൻ റോജേഴ്സ് ചെൽസിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഒരു ചെൽസി ഫാനെ സംബന്ധിച്ചിടത്തോളം ഫാൻറ്റാസ്റ്റിക് ന്യൂസാണ്. അതായത് കാതുകളിൽ നല്ല പാട്ട് കേൾക്കുന്ന സുഖം തരുന്ന ന്യൂസ്, സൂതിങ് മ്യൂസിക് കേൾക്കുന്ന തരത്തിലാണ് ഈ വാർത്തകൾ ഞാൻ കേട്ടത്. യെസ്, 117 million pounds അതാണ് ചെൽസി മോർഗൻ റോജേഴ്സിനെ ആസ്റ്റൺ വില്ലയിൽ നിന്നും കൊണ്ടുവരാനായിട്ട് കൊടുത്തുള്ള പൈസ. അതൊരു വല്ലാത്തൊരു എമൗണ്ടാണ്, ഒരു തർക്കമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഓവർ പേ ചെയ്യുന്നത് തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. പക്ഷേ സ്റ്റിൽ ഓവർ പേ തന്നെയാണ്, ഓവർ പേ ആണ്. അതായത് ബ്രിട്ടീഷ് റെക്കോർഡ് ട്രാൻസ്ഫറാണത്. ഇംഗ്ലീഷുകാരനാണ്, ഓഫ് കോഴ്സ് അതിൻ്റേതായിട്ടുള്ള വാല്യൂഷൻ ഉണ്ടായിരിക്കും. പിന്നെ യങ് പ്ലെയർ ആണ്, 24 വയസ്സാകാൻ പോവാണ് ഈ മാസം. അപ്പോൾ അത്രേ പ്രായമുള്ളൂ. പക്ഷെ എന്താണ്, പ്രീമിയർ ലീഗ് പ്രൂവണാണ്, ഓൾറെഡി പ്രീമിയർ ലീഗിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ചങ്ങായിയാണ്. അപ്പോൾ എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ നല്ല പൈസ കൊടുക്കണം, അത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ 117 million pound ലോഡ്സ് ഓഫ് മണിയാണ്. പക്ഷേ ഹീസ് എ ഗുഡ് പ്ലെയർ. ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ ഐ ആം ഹാപ്പി അബൌട്ട് ദിസ് ഡീൽ. കാരണം ഷാബി അലോൺസോ ഈ ഡീലിൽ കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷാബി അലോൺസോയുടെ ഫോൺ കോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഷാബി അലോൺസോയുടെ പുൾ, അതായത് 10th ആണ് ചെൽസി കഴിഞ്ഞ സീസണിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ആസ്റ്റൺ വില്ല ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ പോവാണ്. ആളുടെ പുറകിൽ ആർസണൽ ഉണ്ടായിരുന്നു. വേറെയും ക്ലബ്ബുകൾ ആൾക്കായിട്ട് ആ ഒരു കോൺടാക്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ആർസണൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മോർഗൻ റോജേഴ്സ് അവരിലേക്ക് പോകുമെന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ മോർഗൻ റോജേഴ്സ് ഡിസൈഡഡ് ടു കം ടു ചെൽസി. ഓഫ് കോഴ്സ് ആസ്റ്റൺ വില്ല വിചാരിച്ച രീതിയിലുള്ള പൈസ കൊടുത്തിരിക്കുന്നത് ചെൽസി തന്നെയാണ്. എന്നാലും പ്ലെയറും ആ രീതിയിലൊരു ഡിസിഷൻ എടുക്കണമല്ലോ. കാരണം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്നിടത്തു നിന്ന് ഒരു യൂറോപ്യൻ ഫുട്ബോളും കളിക്കാതെ ചെൽസിയിലേക്ക് ചങ്ങായി വന്നിരിക്കുകയാണ്. കാരണം ഷാബി അലോൺസോ എന്ന് പറഞ്ഞ ആ മാനേജറിൻ്റെ ആ ഒരു വിഷൻ, ആൾ എന്താണോ പറഞ്ഞത് അത് ശരിക്കും അങ്ങോട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ആളുടെ ക്ലോസ് ബഡി മിസ്റ്റർ കോൾഡ് പാമർ അവിടെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ കോൾഡ് സെലിബ്രേഷൻ നടത്താനായിട്ട് രണ്ടാൾക്കാരാണുള്ളത്. ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര തർക്കമാണ്, ആരുടേതാണ് ആ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തർക്കമുണ്ട്. അപ്പോൾ എന്തായാലും ഇനി തർക്കിച്ചോ, ഒരാൾ ഗോൾ അടിക്കും, മറ്റാൾ അടിക്കും, എന്നിട്ട് നിങ്ങൾ തർക്കിച്ചോ, ഗോൾ അടിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്ത് തർക്കം നടന്നോട്ടെ, വി ഹാവ് നോ പ്രോബ്ലം. പിന്നെ കോൾ പാമറും ചെങ്ങാനെ ഭയങ്കരമായിട്ട് ടെക്സ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് മോർഗൻ റോജേഴ്സ് തന്നെ പറയുന്നത്. അതേപോലെ തന്നെ റീസ് ജെയിംസിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. ഇതെന്താ സംബന്ധിച്ചാൽ വളരെ പെട്ടെന്ന് ഒരു 48 hours ഈ ഡീൽ നടന്നതെന്നാണ് ഓൺസ്റ്റൈനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇംഗ്ലണ്ട് അർജന്റീനയ്ക്കെതിരെ പരാജയപ്പെടുന്നു. ആളുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അതിന് മുമ്പേ വരുന്നുണ്ട്. പക്ഷേ ഒരു ഡീലിനായിട്ട് ചെൽസി പോയിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു പിന്നെ സ്ഥിതി അങ്ങോട്ട് സോർട്ട് ഔട്ട് ചെയ്യണം വേൾഡ് കപ്പിൽ. എന്നതിന് ശേഷം മാത്രമേ ഒരു ഡീലിലേക്ക് അവർ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ തോറ്റ ഉടനെ തന്നെ പിന്നെ ഓഫ് കോഴ്സ് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഷാബിയുമായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്പോർട്ടിംഗ് ഡയറക്ടർമാരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്. ജോ ഷീൽഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. എന്ന് വെച്ചാൽ ഇത് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ പരിപാടിയൊന്നുമല്ല. മാൻ സിറ്റിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുന്നത് ആദ്യമായിട്ടല്ല, ഇത് 7th സച്ച് പ്ലെയറാണ്. മാൻ സിറ്റിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ചെൽസിയിലേക്ക് വന്നിട്ടുള്ള 7ാമത്തെ ഇത്തരത്തിലൊരു പ്ലെയറാണ് മോർഗൻ റോജേഴ്സ്. കാരണം ജോ ഷീൽഡ്സിന് ആകെ അറിയുന്നതാണ്. അപ്പോൾ ജോ ഷീൽഡ്സ് ആ രീതിയിൽ പണി എടുക്കുന്ന തരത്തിലൊരു ചെങ്ങയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പുള്ളിയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഇതിൽ. കാരണം വെച്ചാൽ മാൻ സിറ്റിയിൽ മോർഗൻ റോജേഴ്സ് ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചങ്ങായി ഉണ്ടാകുന്ന സമയത്ത് ജോ ഷീൽഡ്സ് അവിടെ ഉണ്ടായിരുന്നു, സൗത്ത് ആംപ്ടണിലേക്ക് ചങ്ങായി പോകുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പോൾ ജോ ഷീൽഡ്സിന് വലിയ പങ്കുണ്ടായിരിക്കും. പക്ഷേ സ്റ്റിൽ പ്ലെയറിനെ ഈ പറഞ്ഞ പോലെ ആളിനെ തൃപ്തിപ്പെടുത്തണമല്ലോ, അതിനുള്ള പരിപാടികൾ ചെൽസി പ്ലേയേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതിൽ ബിഗ് ഹാൻഡ് ഷാബി അലോൺസോ. കാരണം ഷാബി അലോൺസോ ചെൽസിയിലേക്ക് വരുന്നത് ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ തന്നെ ഈ പ്രൊജക്റ്റിലുള്ള എൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം വെച്ചാൽ ഷാബി ഭയങ്കര പൊട്ടൻഷ്യലുള്ള കോച്ചാണ്. ഷാബി ഒരു ക്ലാസ് ഫുട്ബോളറായിരുന്നു. ഷാബിനെ സംബന്ധിച്ചോളം ഒരു സ്റ്റാൻഡേർഡുള്ള ചങ്ങയാണ്. ഷാബി മാനേജറായിട്ടാണ് വരുന്നത്, ഹെഡ് കോച്ചല്ല. അപ്പോൾ ഓഫ് കോഴ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ട്രാൻസ്ഫർ ആക്ടിവിറ്റിയിലൊക്കെ ആളുടെ മേജർ സേ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഷാബി ബിൽഡ് ചെയ്യട്ടെ. അല്ലാതെ എനിക്ക് ഈ സ്പോർട്ടിംഗ് ഡയറക്ടർമാരിലൊന്നും കാര്യമായിട്ടുള്ള വിശ്വാസമില്ല എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. പക്ഷേ അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന മൂവ് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മൂവുകളാണ്. ഓവർ പേ ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ നെഗോഷിയേറ്റിംഗ് രീതി അത്രയാണ്. അതായത് 100 ചോദിച്ചാൽ 150 കൊടുക്കുന്ന തരത്തിലാണ് ഇവരുടെ നെഗോഷിയേഷൻ. യങ് പ്ലെയേഴ്സിൽ, പിന്നെ ഓൾഡർ പ്ലെയേഴ്സിൽ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിലാണെങ്കിൽ എന്താണ് ഭയങ്കരമായിട്ടുള്ള ചെറിയ പൈസയാണ് പറയുള്ളൂ. വലിയ പൈസ കൊടുക്കാൻ അവർക്ക് അവിടെ താല്പര്യമില്ല. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ സീസൺ ആഫ്റ്റർ സീസൺ പ്ലേയേഴ്സിനെ വിറ്റ് ആ രീതിയിൽ പൈസ കൊണ്ടുവരണം എന്നുള്ള ചിന്ത കൂടി ഉണ്ട്. കാരണം അതും അവരുടെ ഒരു മോഡലാണ്. അത് എത്രത്തോളം
സസ്റ്റൈനബിൾ ആണെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ എല്ലാ വിൻഡോയിലും പ്ലേയേഴ്സിനെ വിൽക്കണം, പ്ലേയേഴ്സിനെ കൊണ്ടുവരാനായിട്ട് എന്നുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ അത്തരത്തിൽ വിറ്റാലേ ചെൽസിക്ക് പ്ലേയേഴ്സിന് വാങ്ങാൻ പറ്റുള്ളൂ. ആ രീതിയിലുള്ള ഫൈനാൻഷ്യൽ സംഭവങ്ങൾ കൂടിയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും പൈസ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആളുടെ പ്രൊഫൈൽ ചെൽസിക്ക് യൂസ്ഫുൾ ആകുമോ എന്നുള്ളതാണ് ചോദ്യം. 100% യൂസ്ഫുൾ ആകും. കാരണം വെച്ചാൽ ഓൾറെഡി പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള പ്ലെയറാണ്, ക്വാളിറ്റി ഫുട്ബോളറാണ്, അഗ്രസീവ് ഡ്രിബ്ലറാണ്. അപ്പോൾ ഡ്രിബ്ലിംഗ് ആട്രിബ്യൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതേപോലെ തന്നെ ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന് ചങ്ങായിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫാൻറ്റാസ്റ്റിക് സംഭവമാണത്. ആളുടെ കഴിഞ്ഞ സീസണിലെ 14 ഗോൾ 12 അസിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ഗ്രേറ്റ് റിട്ടേൺസ് ആണ്. അതേപോലെ തന്നെ അതിന് തൊട്ടുമ്പത്തെ സീസണിൽ 14 ഗോൾ 16 അസിസ്റ്റ്, അഗെയിൻ ഗ്രേറ്റ് റിട്ടേൺസ് ആണ്. ഓൾ കോമ്പറ്റീഷൻസിലെ നമ്പേഴ്സാണ് അതെന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുള്ള ചങ്ങായിയുടെ ഗോൾ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഗോളുകൾ. പ്രീമിയർ ലീഗിൽ ആളുടെ ചില സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രസീവ് പാസസ് 132, passes ending in the final third 529, line breaking passes 100, line breaking passes into the final third 82, line breaking passes leading to a goal 5, big chances created 13, goals outside the box 3. goals outside the box 3. അതിൽ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം 35 ഷോട്ടുകൾ ചങ്ങായി പ്രീമിയർ ലീഗിൽ ഔട്ട്സൈഡ് ദ ബോക്സിൽ എടുത്തിട്ടുണ്ട്. അതിൽ 41.6% എഫേർട്സ് ഓൺ ഗോളായിരുന്നു. അപ്പോൾ അതിലൊരു എഫിഷ്യൻസി ഉണ്ട്. ഷോട്ട് ഓൺ ടാർഗറ്റിലാണത് കലാശിക്കുന്നത്. പിന്നെ മാത്രമല്ല ഈ 35 ഷോട്ട്സ് എന്ന് പറഞ്ഞാൽ 4th മോസ്റ്റ് ആണ്. അപ്പോൾ ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് ഷോട്ടുകൾ അൺലീഷ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ഓഫ് കോഴ്സ് ആൾ സ്റ്റിൽ എന്താ പറയുക, ഫ്ലോലെസ് ആയിട്ടുള്ള ഫുട്ബോളർ എന്നല്ല, ആൾക്ക് ഫ്ലോസ് ഉണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ പൊസഷൻ നഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു പ്ലെയർ കൂടിയാണ്. ആളുടെ അടുത്ത് പൊസഷൻ ഡിസ്പോസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഫൈനൽ തേർഡിൽ ഡിഫറൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ്. അപ്പോൾ എന്താണ് ആ രീതിയിൽ പൊസഷൻ നഷ്ടപ്പെടും. ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ് സംബന്ധിച്ചോളം അവർ പൊസഷൻ കൂടുതൽ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്ലേയേഴ്സും ആയിരിക്കും. കാരണം വെച്ചാൽ ഔട്ട്റേജിയസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഉനായ് എമറിയാണ് ആളിനെ ഇപ്പോഴത്തെ ഒരു ക്വാളിറ്റിയുള്ള പ്ലെയറാക്കി മാറ്റിയിരിക്കുന്നത്. ഉനായ് എമറിക്ക് തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഉനായ് എമറി അത്തരത്തിൽ ഉനായുടെ ഒരു മകൻ എന്ന രീതിയിലായിരുന്നു മോർഗൻ റോജേഴ്സിനെ കണ്ടിരുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ മോർഗൻ റോജേഴ്സിലുള്ള ഈ ഒരു താല്പര്യം ഇപ്പോൾ വന്നിട്ടുള്ള സംഭവം എന്നല്ല, നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ആൾ മിഡിൽസ്ബ്രോയിൽ ഇരിക്കുന്ന സാഹചര്യം. മിഡിൽസ്ബ്രോയിൽ ഇരിക്കുമ്പോൾ തന്നെ ചങ്ങായി ചെൽസിക്കെതിരെ ഗോൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ചെൽസിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഓഫ് കോഴ്സ് അത് ചെൽസിയുടെ പോളിസിയുടെ ഭാഗമാണല്ലോ യങ് പ്ലേയേഴ്സിൽ ടാർഗറ്റ് ചെയ്യാന്നുള്ളത്. എന്തായാലും ചെങ്ങായി സംബന്ധിച്ചിടത്തോളം ചങ്ങായി ആസ്റ്റൺ വില്ലയിലേക്ക് മൂവ് ചെയ്യുന്നു. ബോറോയിൽ നിന്ന് 8 million pounds എങ്ങാനും ഡീൽ, അതിൽ തന്നെ 7 million pounds എങ്ങാനും ആഡ് ഓൺസ്, അതിന് 15 million pounds ടോട്ടൽ ഡീലായിരുന്നു. അങ്ങനെ ബോറോയിൽ നിന്ന് വില്ലേക്ക് വന്നിട്ടുള്ള ആ തീരുമാനം ആളെ സംബന്ധിച്ചോളം ഫാൻറ്റാസ്റ്റിക് തീരുമാനമായിരുന്നു. 2024 വരുന്നു. ഉനായ് എമറിനെ പോലത്തെ ഒരു മാനേജറുടെ കീഴിൽ കളിച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു ക്രിയേറ്റീവ് പ്ലെയർ ആണെങ്കിൽ നിങ്ങളുടെ ഗെയിം ഇമ്പ്രൂവ് ആകും, സംശയത്തെ കാര്യമാണ്. അപ്പോൾ അതവിടെ സംഭവിക്കുന്നു. അങ്ങനെ ആൾ ആസ്റ്റൺ വില്ലയുടെ കഴിഞ്ഞ 2 സീസണുകളിലായിട്ട് അവരൊരു ക്രിയേറ്റർ ഇൻ ചീഫ് എന്ന രീതിയിൽ തന്നെയാണ് മോർഗൻ റോജേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ, ഒരുപാട് മികച്ച മൊമെൻറ്റ്സ്. ഇപ്പോൾ PSG-ക്കെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് ഗോൾ, സെൽറ്റിക്കിനെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് ഹാട്രിക്, പ്രീമിയർ ലീഗിലുള്ള ഇനോമസ് മൊമെൻറ്റ്സ്. ഓഫ് കോഴ്സ് ചില സാഹചര്യങ്ങളിൽ ഇൻകൺസിസ്റ്റൻസി കാഴ്ചവെക്കാറുണ്ട്, ബാരൻ സ്പെല്ലിലൂടെ കടന്നു പോകാറുണ്ട്. അതൊക്കെ ആളുടെ ഗെയിമിൽ ഇമ്പ്രൂവ് ആകേണ്ട തരത്തിൽ സംഭവമാണ്. അതിനാണ് ഷാബി അലോൺസോ എന്ന് പറയുന്ന കോച്ച് ആളുടെ മേൽ പണിയെടുക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഇവിടെ ആളുടെ മെയ്റ്റ് കോൾ പാമറുണ്ട്. കോൾ പാമറിനും ഇഞ്ചുറി വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യത്തിൽ കോൾ പാമറിന് ഒരു അണ്ടർസ്റ്റഡി ആയിട്ട് മോർഗൻ റോജേഴ്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിക്കും. കാരണം 170 million pounds കൊണ്ടുവന്നിട്ട് എന്തായാലും സ്റ്റാർട്ടറാണ്. അപ്പോൾ ആളുടെ വേഴ്സറ്റൈൽ നേച്ചർ, ഷാബി അലോൺസോ 3 at the back സിസ്റ്റം യൂസ് ചെയ്യാൻ താല്പര്യമുള്ള തരത്തിലുള്ള മാനേജർ നമുക്കറിയുന്നതാണ്. ബയർ ലെവർകുസനിൽ ചങ്ങായി യൂസ് ചെയ്തിട്ടുണ്ട്. റയൽ മാഡ്രിഡിൽ നേരെ തിരിച്ചായിരുന്നു, 4 at the backലേക്ക് ചങ്ങായി പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മോർഗൻ റോജേഴ്സിനാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റും. ആസ്റ്റൺ വില്ലയിൽ തന്നെ ആൾ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുമ്പോൾ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ 4-4-2. ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ കളിക്കാൻ പറ്റും, അതായത് ലെഫ്റ്റ് സൈഡിൽ 10 ആയിട്ട് കളിക്കാൻ പറ്റും, നാച്ചുറൽ 10 ആയിട്ട് കളിക്കാൻ പറ്റും, റൈറ്റ് സൈഡിൽ കളിക്കാൻ പറ്റും, റൈറ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റും. ഈവൻ നമ്മൾ വേൾഡ് കപ്പിൽ പോലും കണ്ടതാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള പ്രകടനം നോക്കി കഴിഞ്ഞാൽ വെച്ചെങ്കിൽ ഫോൾസ് 9 ആയിട്ട് വേണമെങ്കിൽ ആളെ കളിപ്പിക്കാൻ പറ്റും. ഇനിയിപ്പോൾ 4-3-3 ആണെങ്കിൽ 8 ആയിട്ട് ആൾ കളിക്കാൻ പറ്റും. 4-2-3-1 ആണെങ്കിൽ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിലും 10-ലും. അപ്പോൾ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് പ്ലെയറാണ് മോർഗൻ റോജേഴ്സ് എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഷാബിനെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആൾക്ക് ഇപ്പോൾ 3 at the back ആണെങ്കിൽ എന്താണ് 2 number 10s ആയിട്ട് കളിക്കുകയാണെങ്കിൽ ആ ലെഫ്റ്റ് സൈഡ് നമ്പർ 10 ആയിട്ട് ചങ്ങായി കളിക്കാം, റൈറ്റ് സൈഡ് 10 ആയിട്ട് കോൾ പാമർ കളിക്കാൻ പറ്റും. അവിടെ നിന്നുള്ള റൊട്ടേഷൻസ് കാണാൻ സാധിക്കും. പക്ഷേ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല ഫാൻറ്റാസ്റ്റിക് പ്ലേയേഴ്സ് ഉണ്ട്. ജോ പെഡ്രോ അറ്റാക്കിംഗ് ഏരിയയിൽ, ഇപ്പോൾ മോർഗൻ റോജേഴ്സ്, കോൾ പാമർ, എസ്തോ വില്യൻ പൂർണ്ണ ഫിറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഫാൻറ്റാസ്റ്റിക് പ്ലെയറാണ്. ക്വാൻറ്റ വിങ് ബാക്ക് ആയിട്ട് വേണമെങ്കിൽ കളിക്കാൻ പറ്റും അല്ലേ.
ആ രീതിയിലുള്ള പ്ലെയറാണ്. അതേപോലെ തന്നെ ന്യൂ സൈനികൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വാലന്റീൻ ബാർക്കോക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. കാരണം ആ ഒരു ബൈറ്റുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ആൾക്ക് ഫുൾ ബാക്കായിട്ട് കളിക്കാൻ പറ്റും, മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ ഷാബിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊഫൈല് പെർഫെക്റ്റ് പ്രൊഫൈലാണ്. വൺസ് അഗൈൻ അടിവരായിട്ട് പറയാണ്, മറ്റുള്ളവർ കാണും, അതായത് മോർഗൻ റോജേഴ്സിന് ഇത്ര അധികം പൈസ കൊടുക്കണോ? യെസ്, അത് ഓവർ പേ ചെയ്തുള്ള സംഭവം തന്നെയാണ്. പക്ഷേ 10th ഇരിക്കുന്ന ചെൽസിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ ഫുട്ബോൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഓവർ പേ ചെയ്താലേ പരിപാടി നടക്കുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ തന്നെ ഓവർ പേ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്തായാലും ഓവർ പേ ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ഫുട്ബോളേഴ്സിനെ ക്ലബിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ വേജ് സ്ട്രക്ചർ ഇപ്പോൾ 6 years കോൺട്രാക്റ്റ് ആണ്, പ്ലസ് 1 year അതിലുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ബേസിക് വേജ് തന്നെയാണ് കൊടുക്കുന്നത്, അല്ലാതെ ഭയങ്കരമായിട്ടുള്ള വേജ് സ്ട്രക്ചർ അല്ല. പക്ഷേ അതിൽ ആഡ് ഓൺസ് ഉണ്ട്, അതായത് പെർഫോമൻസ് ബേസ്ഡ്, അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ബേസ്ഡ്, ഗോൾസ് അടിക്കുന്നതിനനുസരിച്ച് ആ രീതിയിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സാലറിയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ടിൽ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പോൾ പ്ലേയേഴ്സിന് വിറ്റിട്ടുണ്ട്. കുക്കുരേ പോകുന്നു ഗുഡ് എമൗണ്ടിന് റയൽ മാഡ്രിഡിലേക്ക്, അതേപോലെ തന്നെ ആന്ദ്രേ സാന്റോസ് പോകുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക്, അതേപോലെ തന്നെ മാരസ്കയുടെ കോമ്പൻസേഷൻ എമൗണ്ട് എനിക്ക് തോന്നുന്നു 17 million pound അങ്ങനെ ആ രീതിയിൽ ഇട്ടിട്ടുണ്ട്. ടൈരിക് ജോർജ് പോകുന്നു 24 million pound എവർട്ടണിലേക്ക് പോയിട്ടുള്ള സാഹചര്യത്തിൽ. അപ്പോൾ ഇതൊക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു 300 million pound എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം, അതായത് പ്ലെയർ സെയിൽ വാല്യൂ. കാരണം ചെൽസി ഫൈനാൻഷ്യൽ എന്താ പറയുക തിൻ ലൈനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോൾ കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ വളരെ തിൻ ലൈനാണ്. അപ്പോൾ പ്ലേയേഴ്സിനെ വിറ്റാലേ പ്ലേയേഴ്സിനെ വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതൊരു ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനോടെ പോകുന്നത്. ഇനിയും ഒരുപാട് പ്ലേയേഴ്സിനെ വിൽക്കാനുണ്ട്. ഇപ്പോൾ അലഹാൻഡ്രോ ഗർനാച്ചോ പോകുന്നു, അതിലേക്ക് ഞാൻ വരാം ആ ഒരു സംഭവത്തിലേക്ക്. പക്ഷേ അവിടെയാണ് ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു സാധനം ഉള്ളത്. ഇപ്പോൾ ഈ പ്ലേയേഴ്സിനെ തമ്മിലുള്ള ഈ സ്വാപ്പ് ഡീലുകൾ നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട് യുവേഫ. അപ്പോൾ 45 days ഒരു വിൻഡോ ഉണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ എന്തായാലും ഗർനാച്ചോ പോകും, അതേപോലെ വേറെയും ഇപ്പം ഡെലാപ്പിൻ്റെ കാര്യം, നിക്കോ ജാക്സൻ്റെ കാര്യം എന്താവും എന്നുള്ളതൊന്നും നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അവിടെയൊക്കെ ഇനിയും പ്ലേയേഴ്സിനെ വിൽക്കാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു സ്ക്വാഡാണ് ചെൽസിക്കുള്ളത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതിൽ ആരെ നിർത്തണം, ആരെ വിൽക്കണം, ആരെ കൊണ്ടുവരണം. കാരണം ക്വാളിറ്റി അഡീഷൻസ് ഇപ്പോഴും വേണ്ട ഒരു ഘട്ടമാണല്ലോ ചെൽസിക്കുള്ളത്. കാരണം എക്സ്പീരിയൻസ് വേണം, സെൻറ്റർ ബാക്ക് ഏരിയയിൽ എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ പലസ്ട്രേനെ കൊണ്ടുവന്നിട്ടുണ്ട്, ആൾ വിങ് ബാക്കാണ്, റൈറ്റ് ബാക്കായിട്ട് കളിക്കാൻ പറ്റും. ആ രീതിയിലൊരു ഫുൾ ബാക്ക് ഓപ്ഷനാണ്. അഗെയിൻ യങ് ഫുട്ബോളറാണ്, 21 വയസ്സുള്ള ചങ്ങായി. പക്ഷേ ഇനി അതേപോലെ തന്നെ എൻസോ ഫെർണാണ്ടസിൻ്റെ ഫ്യൂച്ചറിൽ എന്താണ് തീരുമാനിക്കുന്നത്? ആളെ വിൽക്കാനുള്ള പ്ലാൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് മിഡ്ഫീൽഡ് കൊണ്ടുവരാൻ പ്ലാൻ ഉള്ളത്? അലക്സ് സ്കോട്ടിൽ താല്പര്യമുണ്ട്, ഫാന്റാസ്റ്റിക് ഫുട്ബോളറാണ്. 64 million pound ബിഡ് ബോൺമൗത്ത് റിജക്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. ക്വാളിറ്റി ഫുട്ബോളറാണ്, അഗെയിൻ പ്രീമിയർ ലീഗിൽ എക്സ്പീരിയൻസ് ആയി തുടങ്ങുന്ന പ്ലെയറാണ്. ബോൺമൗത്തിൽ ഇരകളുടെ കീഴിൽ മികച്ച രീതിയിൽ ഫുട്ബോൾ കളിക്കുന്ന തരത്തിലുള്ള ചങ്ങയാണ്. ഷാബി അലോൺസോ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന തരത്തിലുള്ള ഒരു യങ് ഫുട്ബോളറായിരിക്കും. കാരണം ആൾക്ക് പല വിക്കറ്റ്സിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, എക്സ്പീരിയൻസും ആൾക്ക് ആവശ്യമുണ്ട്. ഒപ്പം യങ് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി കോച്ചാണ് ഷാബി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഷാബിയിലാണ് എല്ലാ പ്രതീക്ഷയും. എൻ്റെ പ്രതീക്ഷ എല്ലാം ഷാബി അലോൺസോയിലാണ്. ഷാബി അലോൺസോയിൽ തന്നെയാണ് എൻ്റെ കംപ്ലീറ്റ് പ്രതീക്ഷ ഈ സീസണിൽ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുള്ളത് ഈ സീസണിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ. കാരണം ഷാബി അലോൺസോയാണ് മാനേജർ. അപ്പോൾ എന്തായാലും പിന്നെ തിരിച്ച് മോർഗൻ റോജേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാണ് വേഴ്സറ്റൈൽ ഫുട്ബോളറാണ്, വേഴ്സറ്റൈൽ അറ്റാക്കറാണ്. പിന്നെ ആളുടെ കഥ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെസ്റ്റ് ബ്രോം ആൽബിയോൺ പിന്നെ പ്ലെയറാണ്, അക്കാഡമി പ്രൊഡക്റ്റാണ്. അവിടെ നിന്നാണ് മാഞ്ചസ്റ്റർ സിറ്റി ചെങ്ങനെ വാങ്ങുന്നത്. വെസ്റ്റ് ബ്രോമിൽ കാര്യമായിട്ട് അദ്ദേഹം പിന്നെ സീനിയർ അപ്പിയറൻസ് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. 2019 സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ആൾ പല ക്ലബിലും ലോണിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൽ ബോൺമൗത്ത് അടക്കം, ബ്ലാക്ക് പൂൾ അടക്കം, അതുപോലെ ലിങ്കനിലടക്കം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണ് 2019 സിറ്റിയിലേക്ക് വരുന്നത്. ആളുടെ അച്ഛൻ ഇംഗ്ലീഷുകാരനാണ്, അമ്മ ജമൈക്കൻ ഡിസെൻ്റാണ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഇംഗ്ലണ്ടിൽ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള ചങ്ങായിയാണ്, ഇംഗ്ലീഷുകാരൻ തന്നെയാണ്. വെസ്റ്റ് ബ്രോം ആൽബിയോണിൽ ചങ്ങായി ജോയിൻ ചെയ്യുന്നത് 7ാമത്തെ വയസ്സിലാണ്. പിന്നെ 2024 ചങ്ങായിനെ ആസ്റ്റൺ വില്ല സൈൻ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ആ മൂവ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ഏറ്റവും നല്ല തീരുമാനമാണ്. ഉനായ് എമറിയുടെ കീഴിൽ കളിക്കാനുള്ള തീരുമാനം. കഴിഞ്ഞ 2 പ്രീമിയർ ലീഗ് സീസണുകളിലായിട്ട് 18 പ്രീമിയർ ലീഗ് ഗോളുകളും 16 അസിസ്റ്റുകളും ചെങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 34 ഗോൾ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ കോൾ പാമറിൻ്റെ നമ്പേഴ്സ് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾ പാമർ 25 ഗോളും 9 അസിസ്റ്റുമാണ് കഴിഞ്ഞ 2 പ്രീമിയർ ലീഗ് ക്യാമ്പയിനിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് 34 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഈ ചങ്ങായിക്കും 34 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. യെസ്, കോൾ പാമറിന് കഴിഞ്ഞ സീസണിൽ ഇഞ്ചുറി വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രോസ്പെക്റ്റ് ഉണ്ടല്ലോ,
റോജേഴ്സും പാമറും ഒരുമിച്ച് കളിക്കുന്നതിൻ്റെ, ഷാബി അലോൺസോയുടെ കീഴിൽ ഒരുമിച്ച് കളിക്കുന്നതിൻ്റെ ആ ഒരു തോട്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എക്സൈറ്റ് ആക്കുന്ന തരത്തിലുള്ളൊരു സംഭവമാണ്. മോർഗൻ റോജേഴ്സ് ഔട്ട് ഓഫ് ദ വേൾഡ് ഫുട്ബോളറൊന്നുമല്ല, പക്ഷേ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഫുട്ബോളറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി ആ ഡ്രിബിൾ ചെയ്യുന്ന ക്വാളിറ്റി തന്നെയാണ്. ആ ഡ്രിബിളിങ് സാധനം അത് പിന്നെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല ഷാബി അലോൺസോ. അത് ആളെ സംബന്ധിച്ചോളം ഇഷ്ടമുള്ളൊരു സംഭവം തന്നെ ആയിരിക്കും തന്നെയാണ്. പിന്നെ ഉള്ളത് മിക്കവാറും പല ടീമുകളും ചിലപ്പോൾ ലോ ബ്ലോക്കിലായിരിക്കും ചെൽസിക്കെതിരെ ഇരിക്കാൻ സാധ്യതയുള്ളത്. മോർഗൻ റോജേഴ്സൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക ഈ കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോകളിലാണ്. കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോകളിൽ ചെൽസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് സീസണിലായിട്ടും ഭയങ്കര ദുരന്തം ഡിസിഷൻ മേക്കിംഗ്, ഭയങ്കര ദുരന്തം സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം പണ്ട് ഈഡൻ ഹസാർഡ്, വില്ലിയനൊക്കെ ഈ കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോകളിൽ ഡിസിഷൻ എടുത്തിരുന്നതും അവരുടെ ആ ഫ്രീ ഫ്ലോയിങ് സാധനം നമ്മൾ കണ്ടിരുന്നതൊക്കെ, ഇപ്പോൾ ആൻ്റോണിയോ കോണ്ടയുടെ സീസണിലൊക്കെ കണ്ടിരുന്നതൊക്കെ എത്ര ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതും ഒരു 3 at the back സിസ്റ്റം ആയിരുന്നു എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഇനി ചെൽസിനെ സംബന്ധിച്ചുള്ള കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോകൾ വരുമ്പോൾ പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടായിരിക്കും. മോർഗൻ റോജേഴ്സിനെ പോലെയുള്ള പ്ലേയേഴ്സും കോൾ പാമറൊക്കെ ഒരുമിച്ച് കളിക്കുമ്പോൾ എന്നുള്ളതാണ്. ജോ പെഡ്രോ അഗെയിൻ എക്സൈറ്റിംഗ് ഫുട്ബോളറാണ്, നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ അഗെയിൻ ഷാബി അലോൺസോ ഏത് രീതിയിലായിരിക്കും ചെങ്ങായിനെ ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതൊക്കെ കാണാനുള്ള ഒരു വല്ലാത്തൊരു ആകാംക്ഷയുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എന്താണ്, ഇനി നമ്മൾ അലഹാൻഡ്രോ ഗർനാച്ചോയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗർനാച്ചോനെ സംബന്ധിച്ചിടത്തോളം, ഗർനാച്ചോ എന്ന് പറയുന്ന പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം 22 വയസ്സെങ്ങനെയല്ല ചെങ്ങായിക്കുള്ളത്. ആൾക്ക് നന്നാവാനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണിത്. ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇവിടെ നന്നായിട്ടില്ലെങ്കിൽ ഇനി നന്നാവില്ല. ഉനായ് എമറി എന്ന് പറയുന്ന കോച്ചിൻ്റെ കീഴിൽ കളിച്ചിട്ട് നന്നാവുന്നില്ലെങ്കിൽ പിന്നെ നന്നാവാനുള്ള ഒരു ചാൻസും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോർഗൻ റോജേഴ്സിനൊക്കെ ഏത് രീതിയിലാണ് ഉനായ് എമറി ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ നോക്കേണ്ടത്, പിന്നെ ഉനായ് എമറി താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു, അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1 കൊല്ലം കൂടി എനിക്ക് തരണം എന്നുള്ളത്. കഴിഞ്ഞ സീസണിൽ തന്നെ പോകാൻ നോക്കുന്നതായിരുന്നു മോർഗൻ റോജേഴ്സ്. 1 കൊല്ലം കൂടി എനിക്ക് തരണം എന്ന് പറയുന്നു. ആ 1 കൊല്ലം ചെങ്ങായി കൊടുക്കുന്നു. ഭയങ്കര ഹമ്പിളായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മോർഗൻ റോജേഴ്സ്. അത്തരത്തിലുള്ള ഹ്യൂമിലിറ്റി ഉള്ളൊരു പ്ലെയർ ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതൊക്കെ നല്ല നല്ല ക്വാളിറ്റീസാണ് പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? അത്തരത്തിലുള്ള ക്വാളിറ്റീസ് വേണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ എന്താണ്, ഇത് ക്ലബിനും ഗുണകരമായിട്ടുള്ളൊരു ഡീലാണ് സംഭവിച്ചിട്ടുള്ളത്. ആസ്റ്റൺ വില്ലയ്ക്കും കുറേ ഫൈനാൻഷ്യൽ സംഭവങ്ങളുണ്ട്. അപ്പോൾ നല്ല പൈസ അവർക്ക് കിട്ടുന്നു. ഇതിൽ തന്നെ 20% ഇതിൻ്റെ പൈസ പോകുന്നത് മിഡിൽസ്ബ്രോക്കാണ്. അവർ അത്തരത്തിലുള്ള ഒരു ക്ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20 million pounds അവർക്ക് കിട്ടും മിഡിൽസ്ബ്രോക്ക്, ബാക്കി പൈസ ആസ്റ്റൺ വില്ലയ്ക്ക് കിട്ടും. അവരെ സംബന്ധിച്ചോളം ഗ്രേറ്റ് ഡീലാണ്. ചെൽസിനെ സംബന്ധിച്ചിടത്തോളം യെസ്, അടുത്ത 5 വർഷമായിട്ട് അത് അമോർട്ടൈസ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇനി ഈ അലഹാൻഡ്രോ ഗർനാച്ചോയുടെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു സ്വാപ്പ് ഡീലിൻ്റെ കാര്യത്തിൽ കിടക്കാം, 45 day റൂളിലേക്ക് കിടക്കാം. അപ്പോൾ ഗർനാച്ചോ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. റോമയിലേക്ക് പോകാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെൽസി, ആസ്റ്റൺ വില്ല. റോമയാണെങ്കിൽ നല്ലതായിരുന്നു, കാരണം ഗാസ്പെരിൻ്റെ കീഴിൽ കളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ റോമയ്ക്ക് എന്തായാലും ആസ്റ്റൺ വില്ല തരുന്ന രീതിയിലുള്ള ആ ഒരു കമേഴ്ഷ്യൽസ് അല്ലെങ്കിൽ പൈസ തരാനുള്ള സാധ്യതയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഗർനാച്ചോ സൈനിങ് ചെൽസി നടത്തിയതൊരു യൂസ്ലെസ് സൈനിങ് ആയിരുന്നു എന്നുള്ളത് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അല്ലെങ്കിൽ അത് ആർക്കും പറയാൻ പറ്റുന്ന സംഭവമാണ്. കാരണം വെച്ചാൽ ഒരുപാട് ഫ്ലോസ് ഉള്ള, എന്നാൽ പൊട്ടൻഷ്യൽ അവിടെ ഇവിടെയൊക്കെ ഉള്ളൊരു പ്ലെയറൊക്കെ തന്നെയാണ്. പക്ഷേ അങ്ങനത്തെ ഒരു പ്രൊഫൈൽ ആയിരുന്നില്ല ചെൽസിക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ഇവർ ഗാമ്പിൾ നടത്തുന്നൊരു ഓണർഷിപ്പ് ആയതുകൊണ്ട് അവർ അത്തരത്തിലുള്ള ഗാമ്പിളുകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഗർനാച്ചോ ഇവിടെ എത്തിപ്പെട്ടത്. പക്ഷേ 1 കൊല്ലം കൊണ്ട് തന്നെ ആളിനെ അവിടെ നിന്ന് പറഞ്ഞേക്കേണ്ട സിറ്റുവേഷൻ വരുന്നത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ഷാബി അലോൺസോക്കൊന്നും ഇങ്ങനത്തെ പ്ലെയറിന് ആവശ്യമില്ല. കാരണം ആ രീതിയിലുള്ള ക്വാളിറ്റി അല്ല ചെൽസിക്ക് വേണ്ടത് എന്നുള്ളത് ധാരണ ആൾക്കുമുണ്ട്. അപ്പോൾ എന്തായാലും റൈറ്റ് ആറ്റിറ്റ്യൂഡ് കാഴ്ചവെച്ചിട്ട് ആസ്റ്റൺ വില്ലയിൽ പോയിട്ട് ആളുടെ ഗെയിം ഇമ്പ്രൂവ് ആക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഇതൊരു ലോൺ ഡീലാണ്, ലോൺ പ്ലസ് ഒബ്ലിഗേഷൻ ടു ബൈ വിത്ത് സർട്ടൻ കണ്ടീഷൻസ്. ഇപ്പോൾ എന്തുകൊണ്ട് ഇതിനൊരു 2 ടീമുകൾക്കും, ഇപ്പോൾ ആസ്റ്റൺ വില്ലക്കാളിന് പെർമനൻ്റ് ആയിട്ട് വാങ്ങണം, ചെൽസിക്ക് പെർമനൻ്റ് ആയിട്ട് വെക്കണം. പക്ഷേ എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ ലൂപ്പ് ഹോൾ യൂസ് ചെയ്യാൻ ചെൽസി ശ്രമിച്ചിരിക്കുന്നത്. പുതിയ റൂൾ വന്നിട്ടുണ്ട്. അതായത് ഈ സ്വാപ്പ് ഡീലുകൾ മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ക്ലബ്ബ്, ഇപ്പോൾ ക്ലബ് എ ക്ലബ് ബിക്ക് ഒരു പ്ലെയറിനെ വെക്കുന്നു, 100 million വെക്കുന്നു. ആളുടെ മാർക്കറ്റ് വാല്യൂ ചിലപ്പോൾ ഒരു 50 million ആയിരിക്കും. എന്നിട്ട് 100 million വെക്കുന്നു, ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് വിൽക്കുന്നു. അതേ സമയത്ത് തന്നെ ക്ലബ് എയിലേക്ക് മറ്റൊരു പ്ലെയറിനെ കൊടുക്കുന്നു. ഒരു 20 million വാല്യുവേഷൻ മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലെയറിനെ ഒരു 50 million കൊടുക്കുന്നു. അപ്പോൾ ഇത് 2 പേർക്കും എന്താണ്, അവരുടെ ബുക്സ് ബാലൻസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ്, അല്ലേ? ഈ ഫൈനാൻഷ്യൽ റൂളിനൊക്കെ ഒരു എന്താ പറയുക, അതിനെ ഒന്ന് പറ്റിക്കാൻ പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ എന്താണ്, അങ്ങനെ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്തിട്ട് ഒരു സ്വാപ്പ് ഡീൽ നടത്തി കഴിഞ്ഞാൽ 2 പേർക്കും പ്രോഫിറ്റ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ആ പ്രോഫിറ്റ് ബുക്സിൽ കാണിക്കാൻ പറ്റും.
കാരണം വാങ്ങുന്ന പ്ലെയറിൻ്റെ വാല്യൂ നമുക്ക് അമൗണ്ടൈസ് ചെയ്യാം, അതായത് ഇൻസ്റ്റാൾമെൻറ്റിൽ അത് ബുക്സിൽ കാണിക്കുകയുള്ളൂ. എന്നാൽ വിൽക്കുന്ന പ്ലെയറിൻ്റെ ആ പൈസ മൊത്തത്തിൽ നമുക്ക് പ്രോഫിറ്റ് തന്നെ കാണിക്കാൻ പറ്റും. ഇപ്പോൾ 100 മില്യനാണ് വിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് മൊത്തം നമുക്ക് ബുക്സിൽ കാണിക്കാൻ പറ്റും. നേരെ മറിച്ച് വാങ്ങുന്ന പ്ലെയറിൻ്റെ എന്താണ്, നമുക്ക് ഇപ്പോൾ 5 കൊല്ലത്തിൻ്റെ ആ ഒരു കോൺട്രാക്ട് എത്രയാണോ അതിനനുസരിച്ച് അമൗണ്ടൈസ് ചെയ്യാൻ പറ്റും. പണ്ട് 7 ഒക്കെ ആക്കാമായിരുന്നു, പക്ഷേ അത് ചുരുക്കി 5 ആക്കി. അപ്പോൾ 5 കൊല്ലത്തിന് ഇൻസ്റ്റാൾമെൻറ്റ്, ഇപ്പോൾ 100 മില്യൻ്റെ പ്ലെയർ ആണെങ്കിൽ അത് 20 മില്യൺ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഒരു വർഷത്തെ ബുക്സിൽ കാണിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇവർ ഇത് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കും, അപ്പോൾ പ്രോഫിറ്റ് കൂടുതൽ കാണിക്കാമല്ലോ. അപ്പോൾ അതിന് തടയിടാൻ വേണ്ടിയിട്ട് UEFA റൂൾ കൊണ്ടുവന്നാണ് എന്ത്, സ്വാപ്പ് ഡീലാണെങ്കിൽ ശരിയല്ല, ഇൻഫ്ലേറ്റ് ചെയ്തുള്ള പരിപാടിയാണെങ്കിൽ ശരിയല്ല. അപ്പോൾ ഒരു 45 ഡേയ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കണം രണ്ട് ക്ലബ്ബുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിൽ നടക്കും. ഇപ്പോൾ ചെൽസിയും ആസ്റ്റൺ വില്ലയും തമ്മിൽ ഒരു ഡീൽ നടന്നു, ഇനി തിരിച്ചിങ്ങോട്ടൊരു ഡീൽ നടക്കണമെങ്കിൽ ഒരു 45 ദിവസം ഗ്യാപ്പ് വേണം. ഇനിയിപ്പോൾ 45 ദിവസം ഗ്യാപ്പ് കഴിഞ്ഞാലും UEFAക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം ഇതൊരു ഉടായ്പ ഡീലായിരുന്നു എന്നുള്ളത്, പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡീലായിരുന്നു എന്നുള്ളത്, പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, ആ റൂളിനൊരു ലൂപ്പ് ഹോളാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള സംഭവം. അതായത് ലോൺ പ്ലസ് ഒബ്ലിഗേഷൻ ടു ബൈ, എന്തായാലും വാങ്ങണം, പക്ഷേ സർട്ടൻ കണ്ടീഷൻസ് വെക്കും. അപ്പോൾ ഈ കണ്ടീഷൻസിൽ UEFAക്ക് ഒരു സാധനമുണ്ട്, അതായത് ആ കണ്ടീഷൻസ് വളരെ ബ്ലേറ്റൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് എന്തായാലും നടക്കുന്ന തരത്തിലുള്ള കണ്ടീഷൻസ്. അതായത് ഇപ്പോൾ വിചാരിച്ചു നോക്കുക, അതായത് ഓക്കെ 10 കളി കളിച്ചാൽ പെർമനൻ്റ് ആകുമെന്നുള്ള രീതിയിലുള്ള കണ്ടീഷൻസ് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വളരെ ബ്ലേറ്റൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ. അത് എന്തായാലും നടക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനത്തെ കണ്ടീഷൻസ് അല്ല, കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കണ്ടീഷൻസ് നോക്കണം. എന്താണ് കണ്ടീഷൻസ് എന്നുള്ളത് ഇപ്പോൾ റിപ്പോർട്ടിലൊന്നും കാണുന്നില്ല, പക്ഷേ ആ രീതിയിൽ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് പെർമനൻറ്റ് സെയിൽ ആകുള്ളൂ എന്നുള്ളത് ഓർക്കണം. ഓർമ്മയില്ലേ, പണ്ട് സാൻജോയുടെ ഡീൽ ആ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ചെൽസി, അതുകൊണ്ട് പെർമനൻ്റ് ആയില്ല, മനസ്സിലായില്ല. അപ്പോൾ ആ രീതിയിൽ പെർമനൻ്റ് ആക്കണം. പക്ഷേ ഇത് ഓഫ് കോഴ്സ് ഇതൊരു തരത്തിൽ സ്വാപ്പ് ഡീലാണ്, പക്ഷേ ഇത് 2 സെപ്പറേറ്റ് ഡീലുകളാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെൽസിയും ആസ്റ്റൺ വില്ലയും ചെയ്യുന്നതാണ്, ബുക്സ് ബാലൻസ് ചെയ്യാനായിട്ട്. ഇനി എന്താണ് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ലെഫ്റ്റ് സൈഡഡ് പ്ലേയേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് വിടുന്നതാണ്. ഇപ്പോൾ അവിടെയുള്ള പ്ലേയേഴ്സിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്ലെയറിനെയാണ് ചെൽസി സൈൻ ചെയ്തിട്ടുള്ളത്. മോർഗൻ റോജേഴ്സിൽ ലെഫ്റ്റ് സൈഡഡ് പ്ലെയർ, ആൾ ലെഫ്റ്റിലും കളിക്കുന്ന ആൾ തന്നെയാണ്. വേറെ ആരെ സൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു ചെൽസിയിൽ നിന്നാണ്? ഇപ്പോൾ ബാർക്കോള വരാനുള്ള സാധ്യത കുറവാണ്. വരട്സ്കേലിയൊന്നും ഒരിക്കലും കിട്ടില്ല അവിടെ നിന്ന്. അതൊക്കെയാണ് ഒരു മാസീവ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറല്ലേ ലെഫ്റ്റ് സൈഡിൽ. പിന്നെ ആരാളുള്ളത്? റാഫാലിയാവോ പോരാ, ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആണ്, പ്രീമിയർ ലീഗിൽ എന്താണെന്നുള്ള ഒരു പിടുത്തമില്ല. പിന്നെ ആരാളുള്ളത്? റാഷ്ഫോർഡ് ഒരു 40 മില്യൺ ഡീലിൽ കിട്ടുമായിരുന്നു ആളുടെ, പിന്നെ എക്സ്പയർ ക്ലോസിലുണ്ടായിരുന്ന സാധനം തീരുന്നതിനും. പക്ഷേ അഗെയിൻ ഹ്യൂജ് വേജ് കൊടുക്കേണ്ടി വരും. ആ വേജൊന്നും ചെൽസി കൊടുക്കില്ല, അതിലും ഒരു മാറ്റം കൊണ്ടുവരണം വേജ് കൊടുക്കുന്നില്ല. പിന്നെ അഗെയിൻ റാഷ്ഫോർഡും ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫുട്ബോളറാണ്. പിന്നെ ഇവിടെ അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ മോർഗൻ റോജേഴ്സ് യെസ് നല്ല പൈസ കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്, പക്ഷേ ആളിനെ ചെൽസിക്ക് കൺവിൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ ആൾക്ക് വിശ്വാസമുണ്ട്. മാത്രമല്ല ഇവിടെ വന്നിട്ട് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ബിഗസ്റ്റ് ക്ലബ് ഇൻ ലണ്ടൻ എന്ന രീതിയിലൊക്കെയാണ് ചെക്കായി പറയുന്നത്. ആസ്നലിൻ്റെ പ്രൈമറി ടാർഗറ്റ് ആയിരുന്നു, പക്ഷേ ആസ്നലിനെ സംബന്ധിച്ചിടത്തോളം 80 മില്യന് മുകളിൽ പോകാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതാണ് അവരുടെ വാല്യുവേഷൻ ഉണ്ടായിരുന്നത്, 80 മില്യൺ പൗണ്ട്സ്. പക്ഷേ ആസ്റ്റൺ വില്ലയ്ക്ക് അത് പോരായിരുന്നു, അവർക്ക് അതിലും കൂടുതൽ വേണമായിരുന്നു. അവർ 100 മില്യൺ പൗണ്ട് പ്ലെയർ എന്ന രീതിയിലാണ് കാണുന്നതായിരുന്നത്. മോർഗൻ റോജേഴ്സ് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പ്ലെയറാണ്, അതിൻ്റേതായിട്ടുള്ള ആ ഒരു വാല്യുവേഷൻ ഉണ്ടായിരിക്കും. കാരണം ക്ലബ്ബുകളിലെ ഇംഗ്ലീഷ് കോട്ട എല്ലാവരും പറയുന്നില്ല, അതേപോലെ തന്നെ പ്രീമിയർ ലീഗ് പ്രൂവണാണ്, ലെഫ്റ്റ് സൈഡഡ് പ്ലെയറാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ പൈസ 80 മില്യൺ കൊടുത്താലത് പറ്റില്ല, കാരണം വെച്ചാൽ മാർക്കറ്റ് വാല്യൂവിൽ ഓൾറെഡി ഭയങ്കര പൈസ നടക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ആസ്നൽ അത്തരത്തിലൊരു വാല്യുവേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോർഗൻ റോജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഒരു ക്ലബിന് തന്നെ വേണം എന്നുള്ളൊരു തോന്നൽ, ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം എന്താണ് എൻ്റെ വാല്യൂ എന്നുള്ളൊരു സാധനം ഉണ്ടായിരിക്കില്ല, അത് ചെൽസി കൂടുതൽ കാണിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വായിച്ചെടുക്കാൻ പറ്റുന്നത്. ആസ്നൽ സംബന്ധിച്ചിടത്തോളം അവർ വേറെയും ടാർഗറ്റുകളെ നോക്കുന്നുണ്ട്, പാർക്കോളയിൽ നോക്കുന്നുണ്ട്, അവർ അൽവാരസിലൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അവർ ആ രീതിയിൽ പല ടാർഗറ്റിൽ ഇപ്പോൾ മിഡ്ഫീൽഡായിട്ട് ബ്രൂണോ ഗിമറേഷിനൊക്കെ നോക്കുന്നുണ്ട്, അത് വേറെ പ്രൊഫൈലാണ് നോക്കാം. പക്ഷേ അറ്റാക്കിംഗ് ഏരിയയിൽ അവർ നോക്കുന്നുണ്ട്. ഇപ്പോൾ ട്രൊസാർഡിനെ പോയിട്ടുള്ള സാഹചര്യത്തിൽ ആ ഒരു ഏരിയയിലേക്ക് പോകാൻ പറ്റും എന്നുള്ള, അല്ലെങ്കിൽ അവിടെ ഫിറ്റ് ആകേണ്ട തരത്തിലുള്ള പ്ലെയർ തന്നെയാണല്ലോ മോർഗൻ റോജേഴ്സ്. അവർ ഒരു പ്രൈമറി ടാർഗറ്റ് വെച്ചതായിരുന്നു, ആസ്ലിലേക്ക് തന്നെ പോകുന്നതന്നെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ചെൽസി ഈ ഒരു 48 hours ആ ഡീൽ മുറിക്കുന്നത്, പ്ലെയറിനെ കൺവിൻസ് ചെയ്യുന്നു. അപ്പോൾ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോജക്റ്റ് ഈവൻ ദോ യൂറോപ്യൻ ഫുട്ബോളില്ല, പക്ഷേ കൂടുതൽ മിനിറ്റ്സ് കിട്ടുമെന്നുള്ള ഒരു തോന്നലുണ്ടായിരിക്കും. ഇപ്പോൾ എബരച്ചിയേഴ്സൊക്കെ അങ്ങോട്ടേ പോയിട്ട് ഒരുപാട് മിനിറ്റ്സ് കിട്ടുന്നില്ല, പക്ഷേ അഗെയിൻ ഹൈ ലെവലിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. അവർ ടൈറ്റിൽ അടിച്ചു, അത് വേറെ കാര്യം. അഗെയിൻ ആസ്നൽ ഈ സീസണിലേക്ക് വരുന്നത് ഫേവറേറ്റ്സുകളായിട്ടായിരിക്കും ടൈറ്റിൽ അടിക്കാനായിട്ട്. പക്ഷേ ഇവിടെ ഈ ഷാബി അലോൺസോയുടെ കീഴിലുള്ള ആ ഒരു ഷാബി അലോൺസോ മുമ്പോട്ട് വെച്ചിരുന്ന ഒരു വിഷൻ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു.
പിന്നെ പറഞ്ഞാൽ വേറൊരു സംഭവമുണ്ട്, നമ്മളെ ബെസ്റ്റ് മേറ്റ്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റുന്നൊരു അവസരം ഉണ്ടല്ലോ, അതൊന്നും എപ്പോഴും ഫുട്ബോളിൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ മോർഗൻ റോജേഴ്സും കോൾ പാമറും ബെസ്റ്റ് മേറ്റ്സാണ്, ടോപ്പ് ലെവൽ ഫുട്ബോളേഴ്സാണ്. ഒരുമിച്ച് കളിക്കുക, ഒരുമിച്ച് ഡ്രസ്സിംഗ് റൂം ഷെയർ ചെയ്യുക, അത് ഫാൻറ്റാസ്റ്റിക് സംഭവമല്ലേ. അപ്പോൾ അത് അവർ തമ്മിലുള്ള റാപ്പ്, അവർ തമ്മിലുള്ള കെമിസ്ട്രി, അതൊക്കെ ക്ലബിന് ഗുണം ചെയ്യും. അപ്പോൾ അങ്ങനെ എന്തായാലും സെലിബ്രേഷൻ കാണാം. വല്ലാണ്ട് തണുത്ത് പോകാൻ മതിയായിരുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. എക്സൈറ്റഡ് ആണ്. എല്ലാം ഷാബി അലോൺസോയുടെ കീഴിലാണ് ഇരിക്കുന്നത്. വില്ലയുടെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ സ്മാർട്ടാണ്. അവർ ജോഹാൻ മൻജാമിനെ ഓൾറെഡി കൊണ്ടുവന്നു. ഫാൻറ്റാസ്റ്റിക് പ്ലെയറാണ്, സ്വിറ്റ്സർലാൻഡുകാരൻ. എംബായിൽ അവർ ഒരു കണ്ണ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഗർനാച്ചോനെ അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നായിരിക്കും പിന്നെ ഉനാമറി വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അവർ നന്നായിട്ട് സൈനികൾ നടത്തുന്നുണ്ട്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം വേറെയും ഒരുപാട് സംഭവങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് വിൻഡോയിൽ, പ്രധാനമായിട്ടും ഡിഫൻസിൽ. ഇപ്പോൾ ജോൺ സ്റ്റോൺസ്, അതേപോലെ തന്നെ ലാക്രോയിലൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജോൺ സ്റ്റോൺസ് ഫ്രീ ഡീൽ ഒരു ഗുഡ് ഡീലായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പ്രത്യേകിച്ച് ത്രീയത്തെ ഭാഗമൊക്കെ ആണെങ്കിൽ ഫിറ്റ്നസ് മാത്രമാണ് ചങ്ങയുടെ ഇഷ്യൂ, എക്സ്പീരിയൻസ് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, നോ പ്രോബ്ലം. എന്തായാലും ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് സംസാരിക്കാം. ഈ മാർക്കറ്റ് വാല്യൂഷൻ ഇങ്ങനെ ആക്കുന്നതിൽ നമ്മൾ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. കുറേ ഇത്തരത്തിലുള്ള സൈനിങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാക്കി സംഭവങ്ങളായിട്ട് നമുക്കുടനെ കാണാം. ഗുഡ് ബൈ.